കുടിക്കുമ്പോ നന്നായി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും അസ്ഥിരോഗമുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ പറയുന്ന കൂട്ടത്തിലാണ് അത് പറയാം. ഹാർട്ട് വീക്കായ, ഹാർട്ടിന് ക്ഷീണമുള്ള ആളുകളുണ്ടെങ്കിൽ, അതുപോലെ അസ്ഥി സംബന്ധമായ രോഗമുള്ളവരുണ്ടെങ്കിൽ, അലർജി രോഗമുള്ളവരുണ്ടെങ്കിൽ, ശരീരത്തിൽ ബലഹീനതയുള്ള രോഗമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് നന്നായി വെള്ളം കുടിക്കുക. ദാഹിച്ചില്ലെങ്കിൽ വെള്ളം കുടിക്കാൻ അനുവാദമുണ്ട്. വിഷമില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. വിഷനാലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം കുടിക്കണം. രോഗം വരാതിരിക്കാൻ ഗർഭിണികൾ നന്നായി വെള്ളം കുടിക്കണം. പ്രസവ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മതിയായ അളവിൽ വെള്ളം കുടിക്കുന്നതിനുള്ള സഹായമാണ്. യൂറിനറി ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്ത്രീകൾക്കിടയിലാണ്. മൂത്രാശയ സംബന്ധമായ രോഗം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പെൺകുട്ടികൾക്കിടയിലാണ്. ഓണത്തിന് നിങ്ങൾക്ക് നേരത്തെ വന്നൂടെ? അപ്പോ ഗർഭകാലത്താണെങ്കിലും കൗമാരപ്രായത്തിലും പെൺകുട്ടികൾ നന്നായി വെള്ളം കുടിക്കണം. ഒന്ന് ശ്രദ്ധിക്കണേ. ഗർഭകാലത്താണെങ്കിലും കൗമാരപ്രായത്തിലും പെൺകുട്ടികൾ നന്നായി വെള്ളം കുടിക്കണം. അത് അരക്കെട്ടിന്റെ ഇടുപ്പലിനെ ശക്തിപ്പെടുത്താനും ശരീരത്തിന്റെ ടോട്ടൽ അസ്ഥി വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ശരീര ആരോഗ്യത്തെ നിലനിർത്താൻ സഹായകമാണ്. കൗമാരപ്രായത്തിലുള്ള പെൺമക്കളുള്ള ഉമ്മമാരെ അവരെ പരിപാലിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണേ. കോളേജുകളിൽ പോകുന്ന പെൺകുട്ടികൾ ശരീര സൗന്ദര്യത്തിന്റെ കാര്യത്തിലൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നവരാണെങ്കിലും വെള്ളം കുടിക്കുന്നതിൽ വലിയ പിശുക്ക് കാണിക്കുന്നവരാണ്. ചർമ്മ സൗന്ദര്യം നിലനിർത്താൻ എന്തൊക്കെ കോസ്മെറ്റിക് ഐറ്റംസ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ. ചർമ്മ സൗന്ദര്യം നിലനിർത്താൻ, ചർമ്മത്തിന്റെ നൈർമല്യം നിലനിർത്താൻ ഏറ്റവും നല്ലത് ശുദ്ധമായ പച്ചവെള്ളം ശരിയായ അളവിൽ കുടിക്കലും ഇടയ്ക്കിടെ മുഖം കഴുകലുമാണ്. മുഖം നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകണം. മുഖം തോർത്താൻ പാടില്ല. മുഖം തോർത്താനും പാടില്ല. ഇപ്പൊ ഉദോയ ചെയ്താല് മുഖം തോർത്തുന്നതിന്റെ ഫിഖിഹിയായ മസല എന്താണ്? കറാഹത്താണ്. കൈ തോർത്തുന്നതിന്റെ മസല എന്താണ്? കറാഹത്താണ്. ദീനൊരു വിഷയം കറാഹത്താണെന്ന് പറയാൻ കാരണം എന്താ? അത് ആരോഗ്യത്തിനെതിരായ കാര്യമാണ്. ആരോഗ്യത്തിനെതിരായ കാര്യമായത് കൊണ്ടാണ് വുളൂഇന്റെ സിഹത്തിനെ അത് ബാധിക്കില്ല. ഫിഖ് അറിയുന്ന ഉസ്താദുമായി ഇത് വുളൂ ചെയ്തതിന് ശേഷം ഒരാള് ദേഹം തോർത്തി വെക്കുക. വുളൂഇന്റെ സിഹത്തിനെ അത് ബാധിക്കില്ല. എന്നാൽ അത് ആരോഗ്യത്തിനെതിരാണ്. കുളിച്ചതിന് ശേഷം ശരീരം തോർത്തുന്നതും ശിരസ് തോർത്തുന്നതും ആരോഗ്യത്തിനെതിരായതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്നത്തുൽ റസൂലിൽ എന്താ പഠിപ്പിച്ചത്? അതും കറാഹത്താണ്. ഫുഖഹാക്കളുണ്ട്, ഫിഖ് അറിയുന്ന ഉസ്താദുമാരുണ്ട്, അവരോട് ചോദിക്കണം. കുളിച്ചാൽ ശരീരം തോർത്തുന്നതിന്റെ ഹുക്കം എന്ത്? ജായിസ്, ഹലാല്, സുന്നത്ത്, ഹറാം, കറാഹത്ത് എന്ന് പരിശോധിക്കും. സുന്നത്തിനെതിരാണ്. എന്തുകൊണ്ട്? ഹൃദയത്തെ ക്ഷീണിപ്പിക്കും, മസ്തിഷ്കത്തെ ക്ഷീണിപ്പിക്കും. മസ്തിഷ്കത്തെ പ്രൊട്ടക്ട് ചെയ്ത മെനിഞ്ചസ് എന്ന ശിരോപാളി, തലച്ചോറ് മടയിലൂടെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു നേരിയ ആവരണമുണ്ട്. നേരിയൊരു ആവരണം മെനിഞ്ചൈറ്റിസ് രോഗമാണ്. മെനിഞ്ചൈറ്റിസ് ഒരുപക്ഷെ മരണം പോലും സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള രോഗമാണ്. സ്ഥിരമായ അലർജി, തുമ്മൽ, മൂക്കൊലിപ്പ്, ജലദോഷം സഹിക്കാൻ പറ്റില്ല. തുമ്മിയിട്ട് മൂക്ക് ധരിക്കാത്തതോ ഭാഗ്യത്തിനാണ്. അജാതി തുമ്മലൊക്കെ രാവിലെ എഴുന്നേറ്റാൽ തുമ്മുന്നവരുണ്ട്. മണിക്കൂറൊക്കെ ഒരു 1-2 ആഴ്ച ധൈര്യത്തോടെ കുളിച്ചിട്ട് തോർത്താതിരുന്ന് നോക്ക്. ധൈര്യം വേണം, മാനസിക ധൈര്യം വേണം. പിന്നെ തുമ്മലില്ല. അത് ചെയ്ത് നോക്കി, പിന്നെ തുമ്മലില്ല. നല്ലോണം പൊഴിയണമെങ്കിൽ കുളിച്ച് തീരുന്നത് വരെ, ഇതൊന്ന് ആറി കിട്ടുന്നത് വരെ വായക്കകത്ത് വെള്ളം വെച്ചാൽ മതി. ഇങ്ങനെ വായന്റെ അകത്ത് വെള്ളം വെക്കുക. കുളിച്ചത് ഇങ്ങനെ ആറുന്നത് വരെ ആ വെള്ളം വായനുണ്ടായാൽ മതി. ശരി. അത് ചുമ്മാ വെച്ചാലും ആ വെള്ളം കിട്ടുന്നതായി കാണുന്നുണ്ട്. വെറുതെ വായിൽ ഇങ്ങനെ വെള്ളം വെക്കുക. ഇടയിലിടയിൽ എപ്പോഴും ഈ ഉഷ്ണരോഗം, എപ്പോഴും തലവേദന, എപ്പോഴും കഫത്തിന്റെ ശല്യം, എപ്പോഴും തലവേദന, എപ്പോഴും പല്ലിന് കേടുപാടുകൾ വരുന്നവര്, ഇടക്കിടക്ക് നല്ല സാധാരണ
പച്ചവെള്ളം എടുത്ത് വായു വെക്കാം, 1-2 മിനിറ്റ് വെക്കാം, അത് തുപ്പിക്കളയാം. ഒരു പ്രത്യേക ചൂട് അതിൽ രൂപപ്പെടും. ഇതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തെ മനസ്സിലാക്കണം. നിങ്ങൾ സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്, ജീവനെ പടച്ചത് വെള്ളത്തിൽ നിന്നാണ്. ജീവശക്തിയാണ് ആരോഗ്യം എന്നറിയണം. ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് രോഗികളാവുന്നത് എന്നൊരു പൊതു തത്വം ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ലോക പ്രശസ്തനായ വൈദ്യശാസ്ത്ര പണ്ഡിതൻ, ഹോമിയോപ്പതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ സാമുവൽ ഹാനിമാൻ വൈറ്റൽ ഫോഴ്സ് തിയറി അവതരിപ്പിച്ചു മെഡിക്കൽ സയൻസിൽ. ജീവശക്തി സിദ്ധാന്തം, ഒരു മനുഷ്യൻ രോഗിയാവുന്നത് ജീവന്റെ ശക്തി കുറയുമ്പോഴാണ്. അപ്പൊ ജീവന്റെ ശക്തി കിട്ടാൻ വെള്ളം ഉപയോഗിക്കണം. ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, ചെറിയ കുഞ്ഞുങ്ങൾ കുളിപ്പിച്ചാൽ ഞാൻ പല സ്ഥലത്ത് പറഞ്ഞൊരു വിശദം എവിടെയും പറയാം. ചെറിയ കുഞ്ഞുങ്ങൾ, 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ കുളിപ്പിച്ചാൽ പെട്ടെന്ന് ഇറങ്ങിയോടും. അവർക്ക് തോർത്തത് ഇഷ്ടമല്ല. ഈ ഉമ്മമാരുടെ ഈ ഉമ്മമാര് തോർത്തെടുത്തിട്ട് പറഞ്ഞോടും, അവിടെ നിൽക്കും, വൈപിടിക്കും. ഈ ഉമ്മമാരുടെ വിവരങ്ങളോട് എത്ര കുട്ടികൾ ആരെങ്കിലും പോയി പഠിക്കേണ്ടത് പഠിക്കാതെ, അറിയാതെ, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാതെ കുട്ടികൾക്കത് ഇഷ്ടമല്ല, കുട്ടികൾ കൊടുക്കും. അള്ളാഹു ചിലത് പ്രകൃതിയാൽ തന്നെ മനുഷ്യനെ അങ്ങനെയാണല്ലോ. അള്ളാഹുവിന്റെ പ്രത്യേക പരിപാലനം കിട്ടുന്ന പ്രായമാണ് ജനിച്ചത് മുതൽ 3 വയസ്സ് വരെ, അല്ലെങ്കിൽ 5 വയസ്സ് വരെ. അതിന് ഫിത്രത്തിന്റെ കാലഘട്ടം എന്നാ പറയാ. ഫിത്രത്തിന്റെ കാലഘട്ടം എന്നാ പറയാ. അള്ളാഹു പ്രത്യേക പരിഗണനയിലൂടെ മനുഷ്യനെ പ്രത്യേകമായി പരിപാലിക്കുന്ന ഒരു സമയമുണ്ട്. സുബ്ഹാനിയത്തിന്റെ പ്രായമാണത്, ഫിത്രത്തിന്റെ ഘട്ടമാണത്, മനസ്സിലും ശരീരത്തിലും ശുദ്ധത നിലനിൽക്കുന്ന കാലമാണത്. ചില മഹാന്മാർ പറയുന്നത് ജനിച്ചത് മുതൽ 3 വയസ്സ് വരെയാണ്, ചില ആൾ പറഞ്ഞത് 2 വയസ്സ് വരെ, ചില മഹാന്മാർ 5 വയസ്സ് വരെ. അവിടെ ഇഷ്ടമല്ല, അവരിറങ്ങിയോളും. കുറച്ചു കാലം എപ്പോഴും മാസത്തിൽ 3-4 തവണയൊക്കെ പനിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് വെക്കുക. മാസത്തിൽ 3-4 തവണ പനിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ. ഇപ്പൊ ചില കുട്ടികൾ അങ്ങനെയാണ്, മാസത്തിൽ ഒരിക്കലെങ്കിലും പനിക്കാത്ത കുഞ്ഞുങ്ങൾ വിലയിട്ട് കുറവാണ്. ഈ കുഞ്ഞുങ്ങളെ ഈ ഒരു ക്രമത്തിൽ നിന്നും പരിപാലിക്കും, പിന്നെ പനിയില്ല. പ്രതിരോധ ശേഷി കൂടി, ഹൃദയത്തെ സംരക്ഷിക്കുന്ന സ്റ്റെനോയിൽ സെല്ല്, ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. സ്റ്റെനോയിൽ സെൽ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രത്യേക കോശമാണ്, സംവിധാനമാണ്. ഇതിനെ ശക്തിപ്പെടുത്താൻ കുളിച്ചിട്ട് നെഞ്ചത്ത് തോർത്താതിരിക്കണം. നെഞ്ചത്ത് വെള്ളം അവിടെ ഉണങ്ങണം. ആദ്യം തന്നെ തോർത്തലില്ല. നിങ്ങളിതൊക്കെ ചെയ്തു, ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും. വെള്ളത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കാറുണ്ട്. മഹാനായ തങ്ങൾ പറഞ്ഞത് വശ്റബു, എന്തൊരു മറുപടിയില്ലേ. ഒരു ജൂതനായ സഹോദരനാണ് വന്നിട്ട് ചോദിക്കുന്നത്, ഖുർആനിൽ എല്ലാം ചർച്ച ചെയ്തു എന്നാണല്ലോ നിങ്ങളുടെ അഭിപ്രായം, ഖുർആനിൽ പറയാത്തൊരു കാര്യവും ഇല്ലെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്, അതുകൊണ്ട് റബ്ബി രോഗം വരാതിരിക്കാൻ നിങ്ങളുടെ ഖുർആൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മഹാനായ ഇമാം റബ്ബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. 3 വാക്കുകൾ. നീ ഭക്ഷണം കഴിക്കണം, നീ വെള്ളം കുടിക്കണം, വലാ തുസ്രിഫൂ, ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും നിനക്ക് അമിതം പ്രവർത്തിക്കാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുമെങ്കിൽ നിനക്ക് കോപരോഗം വരില്ല, ശിക്ഷാരോഗം വരില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടാവില്ലേ? കുലു, നീ ഭക്ഷണം കഴിക്കണം, വശ്റബൂ, നീ വെള്ളം കുടിക്കണം, വലാ തുസ്രിഫൂ, ഭക്ഷണം കഴിക്കുന്നതിലോ വെള്ളം കുടിക്കുന്നതിലോ അമിതം പ്രവർത്തിക്കാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിശ്ചയം അല്ലാഹു ഇസ്റാഫ് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുമില്ല. അപ്പോ രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കണം. അടുത്ത പോയിന്റിലേക്ക് പോവാൻ, രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ വിശപ്പുണ്ടാവണം. മദീനയിൽ രോഗികളില്ലാത്ത മദീന കണ്ടപ്പോ അത്ഭുതത്തോടെ രാജാക്കന്മാരെ ചികിത്സിക്കുന്ന റോമിലെ പ്രഗത്ഭന്മാരായ ഡോക്ടർമാർ ചോദിച്ചില്ലേ, എന്തേ മദീനയിൽ രോഗികളില്ലാത്തത്? എന്തേ മദീനയിൽ രോഗികളില്ലാത്തത്? എന്താ മറുപടി? കൃത്യമായ പോളിയോ വാക്സിൻ, ഗർഭം തുടങ്ങിയത് മുതൽ കൃത്യമായ ഇഞ്ചക്ഷൻ. എന്താ പുതിയ കാലത്തെ ആരോഗ്യ പരിചരണം?
എന്തായി പുതിയ കാലത്തെ ആരോഗ്യ പരിചരണം? കുട്ടി ജനിക്കണേന് എത്ര ഇഞ്ചക്ഷനായി ഉമ്മമാരുടെ ശരീരത്തിൽ കയറുന്നത്? കുട്ടികൾക്ക് രോഗം വരാതിരിക്കുക. എന്താ വാക്കല്ലേ? ആയിക്കോട്ടെ, നല്ല കാര്യം, ഗുണപ്രദമാണെങ്കിൽ നല്ല കാര്യം. പെണ്ണ് ഗർഭിണിയായി നടന്നത് മുതൽ മരുന്ന് സേവ തുടങ്ങില്ലേ പുതിയ സമൂഹത്തിൽ? വിദ്യാഭ്യാസത്തിന്റെ കടുപ്പാണ്, വിദ്യാഭ്യാസം കൂടി നല്ല അഭിപ്രായം. അപ്പം പ്രസവം ഗർഭിണിയായി എന്ന് തുടങ്ങിയത് മുതൽ മരുന്ന്, പ്രസവം വരെ മരുന്ന്, പ്രസവിച്ചാലും മരുന്ന്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള കുത്തിവെപ്പുകൾ. എന്നിട്ടും എന്റെ ചോദ്യം, നിങ്ങളിൽ കഴിവുള്ളവർ മറുപടി തരണം, എന്നിട്ടും എന്ത് മാറ്റം? കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് കഞ്ഞി കുടിക്കാൻ വരെ സമയം കിട്ടില്ല. ചില സ്ഥലത്ത് ടോക്കൻ 2 മാസം മുമ്പ് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്ര നമുക്ക് നോക്കാൻ ഇഷ്ടമില്ല. 60 കഴിഞ്ഞിട്ട് നോക്കാൻ പറയുന്നതല്ല, അത്രയും രോഗികളെ കൊണ്ട് നിങ്ങളെ നോക്കാൻ സമയം കിട്ടത്തില്ല. ചില സ്ഥലത്ത് 6 മാസം മുമ്പ് ബുക്ക് ചെയ്യണം, അപ്പത്തേക്ക് രോഗി ജീവനോട് ഉണ്ടായ ഭാഗ്യം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും, ഇത്രയൊക്കെ പരിചരിച്ചിട്ടും, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എന്ത് മാറ്റം ഉണ്ടായതെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിവുള്ള ആരെയും ഉണ്ടോ? ഒരു മറുപടി പറയട്ടെ, എന്താ മാറ്റം ഉണ്ടായത്? ആർക്കാ രോഗത്തിൽ കുറവ്? വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ പൈസ എത്ര പോകുന്ന രോഗ ചികിത്സയിൽ നിങ്ങൾ അതും കൂടി മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സുഖങ്ങളെയാണോ വേദല്ല. നിങ്ങൾ ഈ ഗൾഫിൽ നിന്നൊക്കെ അധ്വാനിക്കുന്ന വലിയൊരു ഫണ്ട് എവിടെ പോകണം? ഗൾഫുകാർ അധ്വാനിക്കുന്ന വലിയൊരു പൈസ എവിടെ? പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം, പെണ്ണുങ്ങൾ നന്നായി ശ്രദ്ധിക്കും. ഗൾഫുകാര് സഹോദരന്മാര് ശരീരം മറന്ന്, ജീവിതം മറന്ന്, സർവം ഉപേക്ഷിച്ച് നയിക്കുന്ന കാശിന്റെ വലിയൊരു ഭാഗം എവിടെയാ പോണത് എന്ന് പറയും. 4 പേര് ചികിത്സ നേടിയാൽ അതിലൊരാൾ നിർബന്ധമായും കടക്കാരനാവും എന്നാണ് സാമ്പത്തിക സർവേ. ഇത് ചെറിയ വിഷയമല്ല, ചെറിയല്ല, അത് നിസ്സാരമായി കാണരുത്. ഇത് ചെറിയ വിഷയമല്ല. കേരളത്തിന്റെ ഒരു ആരോഗ്യ സർവേയിൽ പറഞ്ഞത്, ഒരു സാമ്പത്തിക ആരോഗ്യ സർവേയിൽ പറഞ്ഞത്, നിലവിലെ ഹോസ്പിറ്റൽ സംവിധാനം, ആ ഹോസ്പിറ്റൽ സംവിധാനം വെച്ച് 4 പേര് പോയാൽ അതിലൊരാൾ കടക്കാരനാണ്. എത്ര വലിയ സാമ്പത്തിക ബാധ്യതയാണ് രോഗങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്? ഒരു വീട്ടിൽ 3-4 രോഗികൾ ഉണ്ടായാൽ മരുന്നിന് മാത്രം ഒരാഴ്ച എത്ര പൈസ പോകും? ഒന്ന് ഗൗരവത്തിൽ കണ്ടൂടെ? വളരെ ഗൗരവത്തിൽ കാണും. രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ പഠിക്കണം, രോഗം വരാതെ സൂക്ഷിക്കാനുള്ള മാർഗങ്ങൾ പഠിക്കണം. കാരണം വന്ന് പിടികൂടിയാൽ നമുക്ക് പരിചയമുള്ള വഴികളിൽ രോഗങ്ങൾ ശിഫയാകുന്നത് വളരെ കുറവാ. ഇത് നിങ്ങളുടെ അനുഭവം ഞാൻ പറയേണ്ടതില്ല, നിങ്ങളുടെ അനുഭവം ഞാൻ എന്തിനു പറയണം? അപ്പൊ പിന്നെ രോഗം വരാതെ സൂക്ഷിക്കലാണ് നല്ലത്. അതിന് ഏറ്റവും നല്ല വഴി പറഞ്ഞത് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വഴി എന്താണ്? മിക്ക ആളുകളും രോഗികളാകുന്നത് വയറ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. മദീനയിൽ എന്താണ് രോഗികളില്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവര് വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ, ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറ് നിറയാറില്ല, അതുകൊണ്ട് തന്നെ എന്റെ മദീനയിൽ രോഗികളില്ല. ഇത് നിസ്സാര കാര്യമെന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ ബലഹീനമാണ്. നിങ്ങൾ ഈ ദുനിയാവിലെ ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യനാണ്. നിങ്ങൾ ഈ ഭൂമികയിലെ നിർഭാഗ്യവാനായ മനുഷ്യനാണ്. മദീനയിൽ എന്തേ രോഗികളില്ലാത്തത്? വിശന്നാലേ ഭക്ഷണം കഴിക്കാറുള്ളൂ, ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറില്ല. വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നത് കുഫറിന്റെ ലക്ഷണമെന്ന് മുഹമ്മദ് റസൂൽ. ഞാൻ അതിനപ്പുറം പറയണോ? ഞാൻ അതിന്റെ അപ്പുറം പറയണോ? ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി ഒരു വയറ് നിറയാനുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സത്യനിഷേധി 7 വയറ് നിറയാനുള്ള ഭക്ഷണം കഴിക്കുമെന്ന് മുഹമ്മദ് റസൂൽ. ദയവ് ചെയ്ത് ഉമ്മമാരോട് പറയാനുള്ളത്, വയറ് നിറയെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിക്കാൻ പരിശീലിപ്പിക്കരുത്. ദയവ് ചെയ്ത് നിങ്ങളിൽ ഏറ്റെടുക്കണേ. കുഞ്ഞു പ്രായത്തിലെ അല്പ ഭക്ഷണം കഴിച്ച് ശീലിപ്പിക്കണേ. ഏറ്റവും വലിയ അദബ് ഭക്ഷണത്തിലാ പഠിപ്പിക്കേണ്ടത്. ഏറ്റവും വലിയ അദബ് ഭക്ഷണത്തിലാ പഠിപ്പിക്കേണ്ടത്. വയറ് നിറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന കുട്ടിക്ക് തന്റെ മാതാപിതാക്കളെ അനുസരിക്കാൻ കഴിയൂല. മനസ്സിലായില്ല? അവൻ മനസ്സിലായില്ല, തിരിഞ്ഞില്ല, അത് തിരിഞ്ഞില്ല. പലരുടെയും പരാതി കുട്ടികൾ തിന്നില്ല.
ഒന്നും തിന്നില്ലേ? ഇല്ല, ഒരു ദോശ തിന്നെങ്കിലേ ഞാൻ 2 ദോശ തിന്നല്ലേ. കുട്ടിയുടെ വയസ്സ് വേണ്ട, ഒരു ദോശ ഒന്നായി ആസ്തിയല്ല, എനിക്ക് 2 ദോശനെ കൊണ്ട് രാവിലത്തേക്ക്. മനസ്സിലായില്ല? ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടി രാവിലെ ഒരു 10 തന്നെ ഓവറാണ്. എനിക്ക് ബേജാറാവുന്നുണ്ടോ? ഭക്ഷണം മുടക്കുന്ന വേദാണ്. ബേജാറാവുന്നുണ്ടോ? ബേജാറ് കിടക്കറിയാം. ഒരു 5 വയസ്സിലേക്കുള്ള കുട്ടി ഒരു 10 നിന്നാൽ തന്നെ ഒരു ഉച്ചവരെ കിട്ടുന്ന എനർജി ആയി. എന്നിട്ട് 1 or 2 തീരുമാനിക്കാൻ വേണ്ടി പെണ്ണുങ്ങന്മാർക്ക് ഒരു ഐഡിയ പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടെ എനിക്ക് അത്ര അറിയില്ല. അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തത് അത്ര എണ്ണം ഞാൻ 1 തിന്നു 3 വാശി പിടിച്ച്. ആ വാശി രാഹിയായ വാശിയാണ്. അതിനെനിക്ക് പതിച്ചു കൊടുക്കണ്ട. ഏത് സുബ്ഹാനിയത്തിന്റെ വാശി? സുബ്ഹാനിയത്തിന്റെ വാശി. തടിക്ക് പറ്റാത്തത് വേണ്ടാത്ത കുട്ടികൾ പറയും. ഈ പെണ്ണുങ്ങന്മാരുടെ കൂടെ ശൈത്താന്മാരുണ്ടല്ലോ, ആ മസാദാക്കുന്ന ശൈത്താൻ. അപ്പൊ ആദ്യം വെളികളെ കുട്ടിയെ മസാദാക്കും. എന്നിട്ട് പറയുന്നത്, അതെ എന്റെ കുഞ്ഞ് ആകാൻ എന്നെ അനുസരിക്കുന്നില്ല, 15 വയസ്സേ ഉള്ളൂ, നീ നല്ലോണം തീറ്റി വയറ് നിറച്ച് അനുസരണക്കേട് പഠിപ്പിച്ചു. 5 ദോഷങ്ങളാണ് ഭക്ഷണം വയറ് നിറച്ച് കഴിക്കുന്നവരുള്ളത്. ഒന്ന്, അള്ളാഹുവിനെ പേടിയുണ്ടാവില്ല. ഏത് ഇവിടെ ശ്രദ്ധിക്കണ്ടോ? ശ്രദ്ധിക്കുന്നില്ല. 5 നഷ്ടങ്ങളാണ് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവന് വരിക. 5 നഷ്ടങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് അള്ളാഹിനെ പേടിയുണ്ടാവില്ല. അള്ളാഹിനെ പേടിയില്ലാത്തവങ്ങനെ മാതാപിതാക്കളെ പഠിക്കുക. അപ്പൊ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു 10 ഒരു സ്വർണ്ണ മോതിരം 3 നന്നാവാൻ കേട് നന്നാവാൻ. विराट कोहली ने 12th तक पढ़ाई की है, सचिन ने 10th तक की है और आमिर खान ने भी 12th तक की है. फिर भी ये लोग इतनी अच्छी इंग्लिश कैसे बोल लेते बताओ? अभी इंग्लिश सीखने के लिए कोई कोर्स करने की जरूरत थोड़ी है, ना कोई डिग्री लेने की. बस आपस में बातचीत ही तो करनी है. कौन सा तुम्हें कोई नॉलेज निकली है? कुछ सिंपल ट्रिक्स होती है, अब उनको सीख लिया है तो फर्राटेदार इंग्लिश बोल लोगे. और ये ट्रिक्स सीखने के लिए आप सीखो ऐप पे चले जाओ. वहाँ पे स्पोकन इंग्लिश यानी बोलने वाली अंग्रेजी का एक डेली शो आता है. देखो, एक वीडियो अगर डेली देखना शुरू करोगे ना तो महीने भर में बढ़िया इंग्लिश बोलने लगोगे. अब तुम बोलोगे कि यूट्यूब पे भी ये सब मिलेगा, लेकिन वहाँ ढंग के वीडियो खोजना में बहुत टाइम लगेगा. यहाँ क्या है, एक शो आता है डेली, वो शो देखो, सारे वीडियोस वहीं मिल जाएंगे. अब देखो, सीखो की सबसे बढ़िया बात ये है कि वहाँ पे सीखो की टीम की वेरीफाइड वीडियोस ही आती है और ना ही आपको कोई एड्स देखनी पड़ती है. अरे आईटीएंस की ऐप है, बढ़िया तो होगी. और सिर्फ इंग्लिश ही नहीं, सीखो पे बिजनेस, शेयर मार्केट और ऐसे बहुत सारे कैटेगरीज के वीडियोस मिलेंगे जहाँ पे आपको सब कुछ सिखाया जाता है. अगर क्रिकेटर्स और फिल्म स्टार जैसी इंग्लिश बोलना चाहते हो तो सीखो ऐप डाउनलोड करके सीखना शुरू कर दो. इंस्टॉल नाउ पे क्लिक करो और अभी सीखो ऐप डाउनलोड करो. My go-to every single night. Deep lasting hydration that I keep coming back to. The only thing my skin needs for unfiltered morning radiance. A timeless beauty secret Passed down through generations. and I can praise it.